ചേച്ചി റോട്ടിന്ന് മാറി നിക്ക്, ഇന്നെ ഇടിച്ചിടും ഞാൻ. ഡി പെണ്ണെ, മതി കളിച്ചത്, ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. പ്ലീസ് അമ്മ, കുറച്ചു നേരം കൂടി ഓടിക്കട്ടെ, നല്ല രസമുണ്ട്. മോൾ ഇങ്ങനെ കളിച്ചോണ്ടല്ലോ അമ്മയെ ജയിലിൽ പോകേണ്ടി വരുവാ. പുതിയ നിയമം വന്നോന്ന് അറിഞ്ഞില്ലല്ലോ, ഇങ്ങോട്ട് ഇറങ്ങടി. നിങ്ങൾക്ക് ഇപ്പോഴത്തെ പുതിയ മോട്ടോർ വെഹിക്കിൾ ഫൈനെ കുറിച്ച് അറിയോ? ഇപ്പം പ്രായപൂർത്തിയാകാതെ ഒരാള് വാഹനം ഓടിക്കുന്നത് പിടിക്കപ്പെട്ടാല് വാഹന ഉടമയ്ക്ക് അല്ലെങ്കിൽ ഗാർഡിയന് 25,000 രൂപ ഫൈനും 3 വർഷം വരെ തടവും ലഭിക്കും. അപ്പൊ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും അതുപോലെ മൈനർക്ക് 25 വയസ്സ് വരെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നത് തടയുകയും ചെയ്യും. ഇനിയിപ്പം ട്രാഫിക് വയലേഷൻസിനുള്ള റിവൈസ്ഡ് പെനാൽറ്റീസ് ഞാൻ പറയാം. ഇപ്പൊ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ഫൈന് 100 രൂപയിൽ നിന്ന് 1000 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ 10,000 രൂപയായിരിക്കും ഫൈൻ. ഇനിയിപ്പോ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഫൈൻ 100 രൂപയിൽ നിന്ന് 1000 രൂപയായിട്ട് കൂട്ടി. ഇനി നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്താൽ ഫൈൻ 500 രൂപയിൽ നിന്ന് 5000 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. വീണ്ടും നിങ്ങൾ ഇത് ആവർത്തിച്ചാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്തേക്കാം. ഇനിയിപ്പോ ഒരു വാലിഡ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുവാണെങ്കിൽ ഫൈൻ 500 നിന്ന് 5000 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം 2 വീലേഴ്സിൽ ട്രിപ്പിൾസ് എടുത്താൽ 100 രൂപയിൽ നിന്ന് 1000 രൂപയായിട്ട് ഫൈൻ കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഇൻഷുറൻസ് ഇല്ലാതെയാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ ഫൈൻ 2000 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം അപകടകരമായിട്ട് വാഹനം ഓടിക്കുവാണെങ്കിൽ ആദ്യ തവണയാണെങ്കിൽ ഫൈൻ 500 നിന്ന് 5000 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇത് വീണ്ടും ആവർത്തിക്കുവാണെങ്കിൽ 10,000 രൂപയായിരിക്കും. ഇനി നിങ്ങൾ എമർജൻസി വെഹിക്കിൾ ബ്ലോക്ക് ചെയ്യുവാണെങ്കിൽ 1000 നിന്ന് 10,000 ആയിട്ട് ഫൈൻ കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പബ്ലിക് റോഡുകളിൽ റേസിംഗ് അല്ലെങ്കിൽ വേഗത കൂട്ടുവാണെങ്കിൽ ആദ്യ തവണയാണെങ്കിൽ ഫൈൻ 500 നിന്ന് 5000 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. വീണ്ടും ഇത് ആവർത്തിക്കുവാണെങ്കിൽ ഫൈൻ 10,000 രൂപയായിരിക്കും. ഇനിയിപ്പോ ഓവർലോഡിങ്ങിന് 2000 രൂപയാണ് ഫൈൻ. ഇനി നിങ്ങൾ ട്രാഫിക് സിഗ്നലിൽ തെറ്റിക്കുവാണ്, അതായത് റെഡ് ലൈറ്റ് നിങ്ങൾ ചാടിയ ആദ്യ തവണയാണെങ്കിൽ ഫൈൻ 1000 നിന്ന് 5000 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇത് വീണ്ടും ആവർത്തിച്ചെങ്കിൽ 10,000 രൂപയായിരിക്കും ഫൈൻ. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഫൈൻ എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ഫൈനൊക്കെ ന്യായമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഫൈൻ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഗ്രോ മലയാളം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം.